ഇപ്പോൾ വിജയകുമാരി ടീച്ചർ നമുക്കൊപ്പം. വിജയകുമാരി ടീച്ചർ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ടീച്ചർ കേൾക്കാമോ? വിജയകുമാരി ടീച്ചർ കേൾക്കാമോ എന്നെ? ആരാണ് വിളിക്കുന്നത്? ഞാൻ റിപ്പോർട്ടറിൽ നിന്ന് അരുണാണ് ടീച്ചർ. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് അരുണാണ്. സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. ആയിരുന്നു. വിജയകുമാരി ടീച്ചർ, ഒരു പയ്യന്റെ പരാതി, നമ്മുടെ വിപിന്റെ ഒരു പരാതി വന്നിട്ടുണ്ട്. ടീച്ചർ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. ടീച്ചർ, ഇത് ലൈവാണ്, തത്സമയമാണ് ഞാൻ ടീച്ചറിനെ വിളിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ലൈവാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പ്യൂർലി അക്കാദമിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്യൂർലി അക്കാദമിക് ആയിട്ടുള്ള കാര്യം. അതിൽ ശരിയോ തെറ്റോ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലർ, എനിക്ക് ഏറ്റവും വിശ്വാസവും ഏറ്റവും സ്നേഹവും ഏറ്റവും ആദരവുമുള്ള അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ പ്യൂർലി അക്കാദമികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലെ പിഴവ് തിരുത്തണം എന്നൊരു വാക്കല്ലാണ്ട് ഞാൻ വേറൊന്നും ഉന്നയിച്ചിട്ടില്ല. അത് ഞാൻ അക്കാദമികമായിട്ടുള്ള ഈ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറയാനും എനിക്ക് ആഗ്രഹമില്ല. അതിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. ശരിയെന്ന് സർവകലാശാല പറയുന്ന ശരിപക്ഷത്ത് ഞാൻ എപ്പോഴാണെങ്കിലും ഒരു വിനീത വിധേയയാണ് സർവകലാശാല. സർവകലാശാല നന്മയ്ക്കുപരി, കുട്ടികളുടെ നന്മയ്ക്കുപരി എനിക്ക് ഈ ജന്മത്ത് വേറൊരു ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ ഒരു കാരണവശാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാദവിവാദങ്ങളിലും ഞാൻ പങ്കെടുക്കില്ല. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ, ബഹുമാനപ്പെട്ട നമ്മുടെ ചാൻസലർ, ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന വിഷയം അല്ലെ, ഞാൻ ഈ കൊടുത്ത വിഷയം സർവകലാശാല എല്ലായിടും എത്തിയിട്ടുണ്ടാവും. ഞാൻ അതിനപ്പുറത്തേക്കുള്ള ഒരു മാനങ്ങളിലേക്കും ഈ വിവാദത്തിന് ഞാൻ കൂട്ടില്ല. എനിക്ക് കുഞ്ഞുങ്ങളുടെ നന്മയും സർവകലാശാലയുടെ പരമാവധി ലക്ഷ്യമുള്ളൂ. അതിന് മാത്രമേ ഞാൻ നിലനിൽക്കുകയുള്ളൂ. ഞാൻ അതിൽ വേവലാതിപ്പെടുന്നുമില്ല. അതെ ടീച്ചറിന് ഞാൻ ഒരു ഒറ്റ കാര്യമുള്ളൂ. ആ എംഫില്ലിന്റെ ഗൈഡ് ടീച്ചർ ആയിരുന്നോ വിപിന്റെ? എംഫില്ലിന്റെ ഗൈഡ് ടീച്ചർ ആയിരുന്നോ ടീച്ചറെ? ടീച്ചർ പറയാനുള്ളത് പറഞ്ഞിട്ട് ടീച്ചർ പോയി. ഇതാണ് ഗോപാൽ. ടീച്ചർ ഉണ്ടോ ലൈനിലില്ല? ടീച്ചറില്ല. ടീച്ചർ കേൾക്കുന്നുണ്ടോ? ടീച്ചർ എൻ്റെ ഒറ്റ സംശയം, ടീച്ചർ ഒറ്റ സംശയം. ആ എംഫില്ലിന്റെ ഇത് സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിരുന്നു. അത് ടീച്ചറാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഈ വിപിന്റെ? പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നത്തിനെ കുറിച്ച് സർവകലാശാലയുടെ ഒരു അറിയിപ്പില്ലാണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ ചോദിച്ചത് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ അരുൺ വിളിക്കുന്നു, അതിനൊരു മറുപടി തരികയാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാൻ. ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ടീച്ചറോട് തന്നെ ചോദിക്കണമല്ലോ, ടീച്ചർ അങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? പിന്നെ ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല. ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ സംഭവിച്ച അത് എക്സ് ഓർ വൈക്ക് ആണെങ്കിലും ഞാൻ ഡീൻ എന്ന നിലയിൽ ഇരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടും. അക്കാദമികമായിട്ടുള്ള എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. അല്ല, പക്ഷെ അത് ഓപ്പൺ ഡിഫൻസിൽ റേസ് ചെയ്ത് എക്സാമിനർ തള്ളിക്കളഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ടീച്ചർ. ആ വിഷയത്തിലേക്ക് ഒന്നും കടക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ശ്രദ്ധയിലുള്ളതാണ്. അതിലെന്ത് തീരുമാനവും ഡീൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എടുത്തത് തെറ്റാണ് ഒരു നടപടി എന്ന് പറഞ്ഞാൽ ഞാൻ സർവാത്മന അതിനെ സ്വീകരിക്കും. എനിക്ക് ശരി ഉപദേശിച്ചു തരാനുള്ള ആൾക്കാർക്ക് എന്ത് തന്നെ ഉപദേശിക്കാം. ടീച്ചർ ഒറ്റ കാര്യം, ജാതി അധിക്ഷേപം നടത്തിയെന്നുള്ളത് ടീച്ചർ സമ്മതിക്കുന്നില്ലല്ലോ, അത് നിഷേധിക്കുകയല്ലേ? ജാതി അധിക്ഷേപം നടത്തിയെന്നൊരു പരാതി പോയിട്ടുണ്ട്. എനിക്ക് വരേണ്ട കാര്യമില്ല. ആ ഒരു വിഷയങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അല്ല ടീച്ചറിനെ അല്ല, ഈ കുട്ടിയെ ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്നാണ് വിപിൻ പരാതി കൊടുത്തിരിക്കുന്നത്. വിഷയത്തിലേക്കേ വരുന്നില്ല. ഞാൻ എന്തായാലും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടോ ഞാൻ വിചാരിച്ചത് കൊണ്ടല്ല, ഞാൻ പൂണൂലിട്ടൊരു വർഗത്തിൽപ്പെട്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ സൗകര്യമുള്ളൊരു ലോകം അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭാഷകൾ സമന്വയിക്കണം, ഹൃദയങ്ങൾ സമന്വയിക്കണം, രാഷ്ട്രങ്ങൾ സമന്വയിക്കണം. നമ്മളൊരു വിശ്വമാനവ സങ്കല്പത്തിലേക്ക് ഉയർന്നുകൊണ്ട് വസുധൈവ കുടുംബകമെന്നോ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നോ എത്ര വിശ്വംഭവത്തേവ നേടുമെന്നൊക്കെ പറയുന്ന കാലം സാർത്ഥമാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൊച്ചു ചിന്തകളൊക്കെ മാറുകയുള്ളൂ. എന്തായാലും ഞാൻ ആ ചിന്തകൾക്ക് അതീതയാണ്. അതുകൊണ്ട് ഈ വിവാദമായിട്ടുള്ള വിഷയത്തിലേക്ക് ഞാൻ ഒരു ശതമാനം പോലും ഞാൻ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. അക്കാദമികമായിട്ടുള്ള വിഷയം മാത്രമേ ഞാൻ ലോകത്തോട് മനസ്സിലായി. അല്ല, അക്കാദമികമായിട്ടുള്ള എന്റെ ഒരു സംശയം, ടീച്ചർ തന്നെ ഈ വിപിൻ വിജയന്റെ എംഫിൽ തീസിസ് വിജയകരമായ അയാൾ സംസ്കൃതത്തിൽ എംഫിൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് ടീച്ചർ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞോളൂ ടീച്ചർ, പറഞ്ഞോളൂ. സംസ്കൃതം, മലയാളം, ഹിന്ദി,
തമിഴ്, ലിംഗ്വിസ്റ്റിക്സ്, കേരള സ്റ്റഡീസ്, അറബിക്ക് തുടങ്ങിയ മലയാളം തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ഡീനാണ് ഞാൻ. ഞാൻ ഓരോ ദിവസവും എത്രയോ ഓപ്പൺ ഡിവിഷനിലും പ്രീ സബ്മിഷനിലും ഞാൻ പോയിരിക്കുന്നുണ്ട്. ഒന്നിലേറെ എണ്ണത്തിൽ ഞാൻ പോയിരിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ ഇവിടെ ഈ കാര്യങ്ങൾ ഒരു നിമിഷം പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലൊരു പോരായ്മ എവിടെ കണ്ടാലും അതിലൊരു തിരുത്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ എക്സ് ഓർ വൈ എന്ന് നോക്കാതെ അത് പറയും. കാരണം എന്താ വെച്ചാല് ഡീൻ എന്ന നിലയിൽ നമ്മൾ ഒരേ കസേരയിൽ ഇരിക്കുന്നത് നീതിപൂർവമായിട്ട് സർവകലാശാലയുടെ നന്മയും വൈഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡീൻ എന്ന നിലയിൽ ടീച്ചറിനെ ഞാൻ അതിനകത്ത് കുറ്റപ്പെടുത്തില്ല. എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ടീച്ചർ ഈ എംഫിലിന് ഈ കുട്ടിയുടെ സംസ്കൃതത്തിന്റെ എംഫിൽ പൂർത്തിയാക്കുമ്പോൾ ടീച്ചർ ഗൈഡ് ചെയ്ത കുട്ടിക്ക് സംസ്കൃതം അറിയില്ല എന്ന് പിന്നീട് പറഞ്ഞതിലാണ് എനിക്കൊരു വൈരുദ്ധ്യം തോന്നിയത്. ഞാൻ ആ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. മറ്റേത് ടീച്ചർ നിഷേധിച്ചു, ജാതി അധിക്ഷേപം എന്നുള്ള ടീച്ചർ നിഷേധിച്ചു. പക്ഷേ ഞാൻ ആ വിഷയത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ടുള്ള ടീച്ചർ അങ്ങനെ പറഞ്ഞിരുന്നോ? കാരണം ഞാൻ അങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ആളല്ല. ഞാൻ അക്കാദമി ആയിട്ടുള്ള കാര്യം മാത്രമേ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ടീച്ചർ പറഞ്ഞിരുന്നോ ഇല്ലയോ? അത് മാത്രം അതോടെ വിഷയമേ അല്ല. അത് വിഷയമാണ് ടീച്ചർ. ജാതി അധിക്ഷേപം ഒരു വിഷയമല്ലേ വിജയകുമാരി ടീച്ചർ? ഒരു വിദ്യാർത്ഥി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് ടീച്ചറോട് ചോദിച്ചത്. എനിക്ക് അറിയില്ല ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ ഇടപെടുകയേ ഇല്ല. ഈ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല. ഏതുവരെ ബഹുമാനപ്പെട്ട സർവകലാശാല, ഞാൻ ഏറ്റവും സർവകലാശാല ആദരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട വിജയകുമാരി ടീച്ചർ, എനിക്കത് മനസ്സിലായി. അല്ല, അക്കാദമികമായ വിഷയങ്ങളിൽ ടീച്ചർ അങ്ങനെ ഒരു നിലപാടെടുത്തു. അതിൽ തന്നെ എനിക്കുള്ളൊരു സംശയം, ടീച്ചർ തന്നെ ഗൈഡ് ചെയ്ത എംഫിൽ കോഴ്സിൽ ഈ വിപിൻ വിജയിയാണ് എന്ന് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എംഫിൽ അല്ല ഇവിടെ വിഷയം, PhD ഗവേഷണ വിഷയത്തിൽ പഠിക്കുമ്പോൾ ഈ കുട്ടിക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു. ഈ വിഷയത്തിലുണ്ടല്ലോ അരുണെ, നിങ്ങൾ എനിക്കറിയില്ല ലൈവിലാണോ പറയുന്നതെന്ന് അറിയില്ല. ലൈവിലാണ്, അതുകൊണ്ടാണ് ടീച്ചറെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ലൈവിലാണ് എന്ന് ടീച്ചറെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ്. എനിക്ക് സർവകലാശാലയുടെ ഒരു അനുമതി വേണം. നിങ്ങൾ എന്നോട് അരുൺ അവിടുത്തെ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ലൈവിലാണ് എന്ന് ടീച്ചറോട് ആദ്യമേ അതുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അരുണിനെയാണ് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നത്. ഇതിനുപരിയായിട്ട് ഞാൻ എന്ത് മറുപടി തരണമെങ്കിലും സർവകലാശാലയുടെ ശ്രദ്ധയിരിക്കുന്ന വിഷയത്തിൽ ഞാൻ പറയില്ല. സർവകലാശാല എന്ത് തീരുമാനം എടുത്താലും, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാലും ഞാൻ ആ തെറ്റിനെ അംഗീകരിക്കും. വഴിക്ക് പൊക്കോട്ടെ ടീച്ചർ. പക്ഷേ ഈ വിപിൻ ഉയർത്തിയ ഈ ജാതി ആരോപണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് ടീച്ചർ പറഞ്ഞിട്ടില്ല എന്നാണോ? കാര്യം നമുക്കത് വാർത്ത കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണമല്ലോ. പറയുന്നതേ ഇല്ല. ഞാൻ ആ വിഷയത്തിൽ എനിക്ക് 1% പോലും പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നില്ല, പറഞ്ഞിട്ടില്ലെന്നും പറയുന്നില്ല. ഞാൻ അതിലൊക്കെ എത്രയോ ഉദാത്തമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എത്ര വിശ്വംഭവത്യേക നേടും എന്ന് വിശ്വമാനവ സങ്കല്പത്തിലേക്ക് ഉയർന്നുകൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് ആ തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇതൊക്കെ കാലം തെളിയിച്ചോട്ടെ, ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. സംശയം അങ്ങനെ തീരും. ഞാൻ അതുകൊണ്ടാണ് ടീച്ചറോട് നേരിട്ട് ചോദിച്ചത്. കാര്യം അങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഒന്നും പറയാനില്ല. എന്നോട് ആരും പറയാത്തടത്തോളം കാലം ഞാൻ അതിനെ കുറിച്ച് ഒന്നും വ്യാകുലപ്പെടണ്ട. പോലീസിൽ പോയിട്ടുണ്ട്. വളരെ ശാന്തയാണ്, വളരെ ശാന്തയാണ്. ഞാൻ എത്ര കാലത്തോളം തെറ്റ് ചെയ്തിട്ടില്ല അത്രത്തോളം കാലം. ഞാൻ അങ്ങേയറ്റം ശാന്തയാണ്, ഞാൻ അങ്ങേയറ്റം നിസ്സംഗയാണ്. ഞാനൊരു ധർമ്മപക്ഷത്ത് നിൽക്കുന്ന ആളാണ്, നീതിപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. മഹാഭാരതം പറയുന്നതും യഥോ ധർമ്മസ്തോ ജയാന്നാണ്. അത് കാലം തെളിയിച്ചോട്ടെ. ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് ഞാനിപ്പോഴും ടീച്ചറിനോട് ചോദിക്കുന്നത് ലൈവിലാണ് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ അരുൺ എന്നെ ഒഴിവാക്കൂ. കാരണം ഞാൻ അതൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി ടീച്ചറെ, കാര്യം ഇങ്ങനെ ഒരു ആരോപണം ഒരു ടീച്ചർക്കെതിരെ ഡീനെതിരെ ഉയരുമ്പോൾ നമുക്ക് രോഹിത് വെമുലയുടെയൊക്കെ വിഷയം അറിയാമല്ലോ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് അത് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി പോയിട്ടാൽ നമ്മൾ അപ്പുറത്ത് വിളിച്ച് ചോദിക്കുന്നു എന്ന് മാത്രം. ഞാൻ അതുകൊണ്ടാണ് ടീച്ചറോട് ലൈവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ അത് നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വാർത്ത കൊടുക്കാം. അതല്ലെങ്കിൽ ടീച്ചർ അതിനോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു എന്നായിരിക്കും കൊടുക്കുക നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചത്. എനിക്ക് ടീച്ചറെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ സർവകലാശാലയുടെ അനുമതി വാങ്ങിക്കേണ്ട ആളാണ്. അല്ല, ഈ വിഷയത്തിൽ അക്കാദമിക് വിഷയത്തിൽ ടീച്ചർ അതെടുത്തോളൂ. ഈ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ ടീച്ചർ പറയുന്നത്? ഞാനത് ശ്രമിക്കണം. എന്റെ ഒരേ കാര്യം ശ്രമിക്കണം. ഞാനിത് അരുണിനോടാണ് പറയുന്നത്. എനിക്കറിയില്ല നിങ്ങൾ ലൈവിലാണ് ടീച്ചർ, ലൈവിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ടീച്ചർ വിളിച്ചാൽ മതി. നമ്മൾ ഒറ്റ സെക്കൻഡ് അരുണേ, ഒറ്റ സെക്കൻഡ് പറയണേ. പറയൂ അരുണേ, പറയൂ. കേൾക്കാം. ഞാനല്ലേ എല്ലാരും കേൾക്കുന്നുണ്ട്. നീതിപൂർവമായിട്ട് പ്യുവർലി അക്കാദമികമായിട്ടുള്ള സംസ്കൃത കേരള സർവകലാശാലയ്ക്ക് ചില മേഖലയിൽ എന്തെങ്കിലും ചില നന്മകൾ ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പ്യുവർലി അക്കാദമികമായിട്ടുള്ള കാര്യം വെക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പെണ്ണുകേസിൽ കൊടുക്കുകയും സാമ്പത്തിക അഴിമതി കേസിൽ കൊടുക്കുകയും ജാതി പേര് പറഞ്ഞു വന്ന വിഷയത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ ഭീതിയോടെയും ആത്മസംഘർഷത്തിന്റെയും ആത്മഹത്യയുടെയും
ആത്മഹത്യ പോലും ചെയ്തു പോവുക, അത്രമാത്രം അല്ലെ അപമാനിക്കുകയും ചെയ്യുന്നത്. ഇതൊന്നും നീതിയുക്തമല്ലെന്നാണ് തികച്ചും, ഞാൻ അധ്യാപികനല്ല, ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എനിക്ക് ലോകത്തോട് പറയാം, ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അത് കരുതിക്കൂട്ടിയുള്ള ആരോപണം എന്നാണ് ടീച്ചർ പറയുന്നത് അല്ലേ? കാലം ഇതെല്ലാം വായിക്കും. ഓക്കെ, അല്ല കരുതിക്കൂട്ടിയുള്ള ആരോപണം എന്നാണ് ടീച്ചർ പറയുന്നത്. ഞാൻ വളരെ ശാന്തയാണ്. പിന്നെ ഈ സ്ത്രീ എന്താ പറയാ, സ്ത്രീ വിഷയമല്ല, എന്താ പറഞ്ഞ അല്ല ജാതി വിഷയം, ജാതി അധിക്ഷേപം. ഞാൻ ആ വിഷയത്തെ കുറിച്ച് ഒന്നും പറയാൻ ആളല്ല. ടീച്ചറില്ലാത്തടത്തോളം കാലം ഞാൻ വിപിൻ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ലൈവിലുണ്ട്. ടീച്ചറിന് വിപിനോട് സംസാരിക്കണമെന്നുണ്ടോ? ധർമ്മപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഞാൻ ധർമ്മപക്ഷത്ത് തന്നെ ഇന്ന് തന്നെ പോവുകയും ചെയ്യും. യഥോ ധർമ്മ തഥോ ജയാന്ന് ലോകം ചരിത്രം തെളിയിച്ചതാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ, ലോകത്ത് തെളിഞ്ഞോട്ടെ. അക്കാദമിയായിട്ടുള്ള കാര്യത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട ചാൻസലറും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അധികാരികളും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായും ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാനൊന്ന് ചോദിച്ചോട്ടെ ടീച്ചറെ. ഞാൻ വിനീത വിധേയാണ് ഞാൻ തിരുത്തും. അത് ഞാൻ തിരുത്തും. ഞാൻ ചെയ്തതിൽ ശരിയുണ്ടെങ്കിൽ സർവകലാശാല സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. എനിക്ക് അത്രയും ആദരവും സ്നേഹവും ഒക്കെയാണ് അധികാരികളോട്. ഞാൻ ഏറ്റവും വിധേയമാണ്. വിസിയോടുള്ള ഒരു ബഹുമാനമോ ആദരവോ അല്ലല്ലോ ടീച്ചറെ നമ്മുടെ വിഷയം. ഈ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപികയ്ക്കെതിരെ ജാതി അധിക്ഷേപം നടത്തി എന്ന ഗുരുതരമായ ആരോപണം പോലീസ് സ്റ്റേഷനിലും അതൊരു പരാതിയായിട്ട് കൊടുത്ത ഘട്ടത്തിലാണ് നമ്മളത് വാർത്തയാക്കിയത്. ഇതിന് മുമ്പ് തന്നെ ഇങ്ങനെ അവിടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അങ്ങനൊരു പരാതി. അപ്പൊ ടീച്ചറെ വിളിച്ചു, ഞാൻ ഒന്നിനെ കുറിച്ച് വേവലാതിപ്പെടുന്നില്ല. വേവലാതിയുടെ കാര്യമല്ല, അപ്പൊ ടീച്ചറോട് അതിന് പ്രതികരണം ചോദിച്ചുവെന്നേ ഉള്ളൂ. എന്നൊരക്ഷരം ഞാൻ പറയാൻ ബാധ്യസ്ഥതല്ല. മനസ്സിലായി. എംഫിലിന്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചതിനെ കുറിച്ചും കമ എന്നൊരു അക്ഷരം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല. എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു പോയൊരു വിഷയം ഒന്നും കാലമേ മറന്നു. ചത്തു മൂരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെ ഇന്ന് കണ്ട ഒരു വിഷയത്തിൽ മാത്രമേ ഞാൻ വിഷയം ഉന്നയിച്ചിട്ടുള്ളൂ. ഞാൻ ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതിലൊന്നും ഞാൻ ഇന്നേ വരെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുമില്ല. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ടീച്ചറിനോട് ചോദിച്ചോട്ടെ. ഞാൻ എംഫിലിന്റെ കാര്യം ടീച്ചർ പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇപ്പോൾ വന്ന വാർത്ത ഈ കുട്ടിക്ക് സംസ്കൃതം അറിയില്ല എന്ന് ടീച്ചർ ആരോപണം ഉന്നയിച്ചു, ഒരു പരാതി കൊടുത്തു എന്നാണ് വന്ന വാർത്ത. അപ്പോൾ എംഫിലിൽ ടീച്ചർ തന്നെ സർട്ടിഫൈ ചെയ്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല എന്ന് ടീച്ചർ എങ്ങനെ പറയും? ഞാൻ പരാതി കൊടുത്തു എന്ന് പറയുന്നത് ആരും കണ്ടിട്ടുണ്ടോ? അതാണ് വാർത്ത. അതാണ് ഞാൻ ടീച്ചറോട് നേരിട്ട് വിളിച്ച് ചോദിച്ചത്. അങ്ങനെ ഒരു പരാതി കൊടുത്തത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് എന്താ കൊടുത്തതെന്ന് ഞാൻ വൈസ് ചാൻസലർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പുറത്തു വന്നു? അല്ല അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ടീച്ചർ എന്നാണ് ചോദിച്ചത്, നേരിട്ട് ചോദിച്ചത് ഞാൻ ടീച്ചറിനോട്. അതാണ് ഞാൻ അരുണോട് പറഞ്ഞത്. അരുൺ വാർത്ത കാണാത്ത വാർത്തകളിൽ അതുകൊണ്ടാണ് ടീച്ചറെ വിളിച്ച് നേരിട്ട് ചോദിക്കുന്നത്. അങ്ങനെ പരാതി ഇല്ലെങ്കിൽ പറഞ്ഞത് അവസാനിച്ചു. എല്ലാ മീഡിയകളോടും എനിക്കുള്ള ഒരേ ഒരു വിധമായിട്ടുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞത്, നമുക്ക് പ്രസരിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി പലതിനെയും വളച്ചൊടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അത് പലർക്കും ആത്മസംഘർഷവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നല്ലാണ്ട് നിങ്ങളുടെ വാർത്തകളൊക്കെ നാളെ പ്രിയപ്പെട്ട വിജയകുമാരി ടീച്ചർ പിന്നിൽ ഒമ്പരം ജീവിത അവസാനം വരെ നിലനിൽക്കും. മറക്കരുത്. അല്ല പ്രിയപ്പെട്ട വിജയകുമാരി ടീച്ചർ, ഞാൻ ടീച്ചറിന്റെ ഒരു പ്രൊഫസർ എന്ന നിലയിലുള്ള ടീച്ചറിനോടുള്ള എല്ലാ ആദരവോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം എന്റെ ഒരു സഹപ്രവർത്തക കൂടിയായിരുന്നു ടീച്ചർ കാര്യവട്ടം ക്യാമ്പസിൽ, എനിക്കറിയാം ടീച്ചറിനെ. അതുകൊണ്ടാണ് ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിച്ചു വന്നേ ഉള്ളൂ ടീച്ചർ. ടീച്ചർ അതിനകത്ത് നീരസപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ട. മാറ്റപ്പെട്ടേ മതിയാവുള്ളൂ. ഡീൻ എന്ന പദവി ബഹുമാനപ്പെട്ട അധികാരികൾ എനിക്ക് നൽകിയത് ഇത് ചൂണ്ടിക്കാണിക്കാനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ പക്ഷേ ടീച്ചർ അതിന് അതിൻ്റെതായ ഒരു രീതിയില്ലേ ഓപ്പൺ ഡിഫൻസിന്റെ ആരും ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് പറയാൻ പറ്റില്ല. അല്ല ടീച്ചറെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു ഡീൻ എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ ഞാൻ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഞാൻ ആ കസേരയിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ ബാധ്യസ്ഥതയല്ല. ഞാൻ ആ പദവി എന്താ പറയുക പൂപുഷ്പം പോലെ സമർപ്പിച്ചിട്ട് ഞാൻ പുറത്തു വരും. ശരി ടീച്ചർ, ഈ ഓപ്പൺ ഡിഫൻസിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നോ ടീച്ചറെ? നന്നാക്കാൻ പറ്റാത്ത സിസ്റ്റത്തിനുള്ളിൽ നന്നാക്കാൻ കഴിയാത്ത ഒരാളായിട്ട് അകത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല ടീച്ചറെ, ഇതിനകത്ത് ഞാൻ അവസാനം ചോദിച്ച് നിർത്തുകയാണ്. ഞാൻ ടീച്ചറിന്റെ സമയം അധികം എടുക്കുന്നില്ല. ടീച്ചർ ഇന്ന് യൂണിവേഴ്സിറ്റി പോകണമല്ലോ. ടീച്ചറെ എനിക്ക് രണ്ട് സംശയങ്ങളേ ഉള്ളൂ. ഒന്ന്, ടീച്ചർ ഈ വിപിനെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? 2, ടീച്ചർ ഗൈഡ് ചെയ്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല എന്ന് ടീച്ചർ എങ്ങനെ പറയും? 3, PhDയുടെ ഓപ്പൺ ഡിഫൻസിന്റെ സമയത്ത് ടീച്ചർ ഇത് വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തിയതിനും അപ്പുറത്തേക്ക് ഒരു ഡീൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഓപ്പൺ ഡിഫൻസിലെ എക്സാമിനർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് PhD കൊടുത്തേ മതിയാകും. ഇനി ചാൻസലർ അല്ല, ആരിടപെട്ടാലും അതല്ലേ സത്യം? അരുൺ മാത്രം പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അരുണിനോട് സ്നേഹത്തോടെ അവിടെ ഉണ്ടായിരുന്ന എന്റെ ഒരു സഹാധ്യാപകൻ എന്ന നിലയിൽ പറയാണ്. എനിക്ക് ഭയമുണ്ട് നിങ്ങളിത് ചാനലിലൂടെ വിടുവാണോ. ഞാൻ ആവർത്തിച്ച് പറയുന്നത് ചാനൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. നമ്മളിതുവരെ പറഞ്ഞത് എല്ലാവരും കേട്ടു. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് ലൈവിലാണെന്ന്.
ഇങ്ങനെ ലൈവ് പറയണമെങ്കിൽ സർവകലാശാല നിന്ന് മറുപടി വാങ്ങിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് ഉത്തരം മാത്രമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ അരുണിനോട് പറയാം. രണ്ട് കാര്യം ഉന്നയിച്ചല്ലോ അരുൺ, ഇവിടെ 2 കാര്യം ഉന്നയിച്ചു, സംസ്കൃതം അറിയാമെന്നുള്ളത്. ഈ 2 കാര്യവും വളരെ ഇന്നത്തെ പണ്ടത്തെ പോലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ വളരെ ശക്തമാണ്. അത്യന്തം വളരെ ശക്തമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ അത്യന്തം ബലത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും വിശ്വാസമാണ് എനിക്കതില്. ഈ 2 കാര്യങ്ങൾ തെളിയിക്കാൻ ഒരുപാട് കാര്യമൊന്നും വേണ്ട. സംസ്കൃതം അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം തെളിയിക്കണമെങ്കിൽ സംസ്കൃതം അറിയാവുന്ന 4 പേരുടെ മുമ്പിൽ പോയിരുന്നിട്ട് അറിയാമോ ഇല്ലയോ എന്ന കാര്യം ചോദിച്ചാണ് ഞാൻ പറയുന്നത്. ടീച്ചറാണ് ആ കുട്ടിയെ എംഫിൽ നന്നായിട്ട് അറിയാമെന്നും എംഫിലിന്റെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയതും ഇത് ബോണഫൈഡ് അദ്ദേഹത്തിന് എംഫിൽ കോഴ്സ് ആണെന്ന് കൊടുത്തിരിക്കുന്നത്. ഞാൻ അരുൺ ചോദിച്ചാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കുട്ടിക്ക് സംസ്കൃതം അറിയില്ല എന്ന് ഞാൻ എവിടെ എഴുതിയെന്നുള്ളതിന് ഉത്തരം കൂടെ അരുൺ എന്നോട് പറയണം. അങ്ങനെ പരാതി ടീച്ചർ പരാതി കൊടുത്തു എന്ന് അരുൺ പറഞ്ഞാൽ എവിടെ നിന്നാണെന്നൂടെ എന്നോട് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കൊടുത്ത പരാതി ടീച്ചർ പരാതി കൊടുത്തു എന്ന് ടീച്ചർ തന്നെ പറഞ്ഞു. ആ പരാതിയിൽ ഇതുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പൊ ടീച്ചർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, അവസാനിച്ചു. രണ്ടാമത്തത് ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? ടീച്ചർ പറഞ്ഞു അക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ എന്നെ നേരിട്ടോ ഒരു ചർച്ചയ്ക്കോ കാര്യങ്ങൾക്കോ അല്ല ഇത് ചോദിക്കുന്ന കാര്യങ്ങളിലും എനിക്ക് അങ്ങേയറ്റം വിമതിയുണ്ട്. ഞാൻ എന്റെ ഒരു സഹാധ്യാപകൻ ചോദിക്കുന്ന മറുപടി ഞാൻ അതുകൊണ്ടാണ് ടീച്ചറോട് ആദ്യമേ പറഞ്ഞത് ടീച്ചറെ ലൈവിലാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചത് അതുകൊണ്ടാണ്. എന്നോടും പറഞ്ഞ് പെർമിഷൻ വാങ്ങിക്കണം. അതുപോലെ തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട സർവകലാശാലയോടും എനിക്ക് ചോദിക്കണം. ഞാൻ അരുണിന് എന്റെ സഹാധ്യാപനം. ശരി, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. അല്ല, ഇത് ഞാൻ ലൈവ് കഴിഞ്ഞതിന് ശേഷം ടീച്ചറോട് ഞാൻ പിന്നീട് സംസാരിച്ചോളാം. താങ്ക് യു. അരുണേ, ഞാൻ ലൈവിലാണ്, നാട്ടുകാരെ കേൾക്കുന്നുണ്ട്. നന്നായിട്ട് ശുദ്ധീകരിക്കപ്പെടണമെന്ന് ഒരു ആഗ്രഹം കൂടെ, എന്റെ ഒരു ചെറിയ ആഗ്രഹം കൂടി ഈ കൂട്ടത്തില് എന്റെ മനസ്സിലുണ്ട്. അതിനൊരു അവസരം ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം. ഓക്കെ, താങ്ക് യു ടീച്ചർ.